ഒരു ചെറിയ ശതമാനമെങ്കിലും അവരാൽ കഴിയുന്ന രീതിയിൽ കമ്പനിക്ക് അയച്ചു കൊടുക്കൂ. കൊടുത്താൽ ഒരു പക്ഷേ 25 ലക്ഷം എന്നുള്ളത് പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ ഉണർത്തുന്നു, നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തിൽ നിന്ന് മാത്രമേ കൊടുക്കണ്ടോ. നഷ്ടം സംഭവിച്ചവർ കൊടുക്കണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം സംഭവിച്ചവരെയാണ് ഇവർ പിന്നെയും സമീപിക്കുന്നത്. അവരോട് പറയും നിങ്ങളുടെ പൈസ കിട്ടണമെങ്കിൽ കേസ് ജയിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഇനിയും തരണം എന്ന് പറയും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാഭം കിട്ടിയവരൊക്കെ പല ചെറിയ സൗന്ദര്യപ്പിണക്കം പറഞ്ഞിട്ട് അവരൊക്കെ ഇന്ന് സ്കൂട്ടായി. ജിന്നിലൊക്കെ അങ്ങനെയാണല്ലോ പോയിരിക്കുന്നത്. എല്ലാവരും ഓനെന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഓനെന്ന് തന്നെ പിന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓരോ കാരണം കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ വലിയുകയാണ്. ഒരുപക്ഷെ 25 രൂപ പെട്ടെന്ന് മറികടക്കാൻ കഴിയും. ഞാൻ ഉണർത്തുന്നു. ഞാൻ കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടിയ കാശ് എൻ്റെ ഭാഷയിൽ ഇവിടെയാണ് വേറെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അതാണ് ദൈവത്തിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ എന്തിനാണ് മണി ചേഞ്ച് ചെയ്തത്, അല്ലേ? അതായിരിക്കും സമാധാനം. എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചത് എന്നുള്ള സമാധാനം പറയേണ്ടി വരും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഈ കമ്പനിയിൽ നിന്നും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഇതൊക്കെ എന്ത് പൈസ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളെ ദൈവത്തിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. നിങ്ങളൊക്കെ നരകിച്ചിട്ട്, ഈ കഫം തിന്നവരൊക്കെ നരകിച്ച് അതൊക്കെ ഈ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചിട്ട് മാത്രമേ എത്ര ആൾക്കാരെയാണ് കടക്കണിയിലാക്കിയത് നിങ്ങൾ. കമ്പനിയിൽ നിന്നും നമുക്ക് കിട്ടിയ കാശ് എൻ്റെ ഭാഷയിൽ